നേതാക്കളുടെ ആഹ്വാനം വന്നതിന് പിന്നാലെ ഫ്ലെക്സികൾ നീക്കി കോൺഗ്രസ് പ്രവർത്തകർ. തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്തും സെക്രട്ടേറിയറ്റ് പരിസരത്തും സ്ഥാപിച്ച ഫ്ലെക്സികൾ നീക്കം ചെയ്തു. അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. സുനിഷ അയ്യലൂരുണ്ട്. സുനിഷ അയ്യലൂർ, വെച്ച കൈകൾ കൊണ്ട് തന്നെ ആ ഫ്ലെക്സികൾ നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അങ്ങനെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഈ ഫ്ലക്സ് യുദ്ധവും തെരുവ് യുദ്ധവും എല്ലാം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നത് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇന്ന് നേതാക്കളെല്ലാം തന്നെ അങ്ങ് ഡൽഹിയിലെ ചർച്ചയ്ക്ക് ശേഷം VD സതീശനാകട്ടെ, KC വേണുഗോപാൽ ആകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, ഇവർ മൂന്നുപേരും പറഞ്ഞത് ഈ ചേരിതിരിഞ്ഞുള്ള ഫ്ലക്സ് യുദ്ധവും പ്രതിഷേധവും എല്ലാം നിർത്തണമെന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലക്സുകളെല്ലാം നീക്കം ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കൂടി ഇന്ന് നേതാക്കൾ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ തന്നെ ഏതായാലും ഈ ഫ്ലക്സുകൾ നീക്കം ചെയ്യാൻ പ്രവർത്തകർ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉള്ളത് KPCC ആസ്ഥാനത്തിന് പുറത്താണ്. ഇവിടെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് വൈകുന്നേരം അല്പസമയം മുമ്പ് വരെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇവിടെ KC വേണുഗോപാലിനായി ഒരു ഫ്ലക്സ് ഉണ്ടായിരുന്നു, അപ്പുറത്ത് VD സതീശനായി ഫ്ലക്സ് ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തലക്കായി ഫ്ലക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ഫ്ലക്സുകൾ ഈ KPCCയുടെ തൊട്ടുമുന്നിലും വെള്ളയമ്പലത്തായാലും സെക്രട്ടേറിയറ്റിലെ പരിസരത്തായാലും അങ്ങനെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റ് തർക്കങ്ങളൊന്നുമില്ല. ഇത്തരത്തിൽ ചേരി തിരിഞ്ഞുള്ള ഈ ഫ്ലക്സ് യുദ്ധമൊക്കെ നടക്കുമ്പോൾ അതൊരു വിഭാഗ്യത ഉണ്ടാക്കുന്നു എന്ന തോന്നൽ വരുത്തുമെന്നുള്ളത് തന്നെയാണ് നേതാക്കൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ തന്നെ മുന്നോട്ട് ഈ പ്രവർത്തകരോട്, അണികളോട് അത് പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കുന്നു. അതിന് അണികൾ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി ഏത് തീരുമാനം ഹൈക്കമാൻഡ് എടുത്താലും, മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുത്താലും അതിനൊപ്പം നിൽക്കുമെന്നുള്ളതാണ് ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇനി അന്തിമ തീരുമാനം വരുമ്പോൾ എന്താകുമെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ നിലവിലിപ്പോൾ ഈ സിറ്റിക്കകത്തും പലയിടങ്ങളിലുമായി വെച്ചിരിക്കുന്ന ഫ്ലക്സുകളെല്ലാം നീക്കം ചെയ്യാൻ പ്രവർത്തകർ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. സുനിഷ അയ്യലൂരാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്നറിയാനുള്ള കട്ട വെയിറ്റിംഗിലാണ് കേരളം. തീരുമാനം ഇന്നും വന്നില്ല. ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിൽ, ഒരുപക്ഷെ നാളെയോ അതല്ലെങ്കിൽ മറ്റന്നാളോ ആ പ്രഖ്യാപനം ഉണ്ടായേക്കാം. ഇനി പ്രഖ്യാപനമേ ഉള്ളൂ, ചർച്ചകളില്ല. നേതാക്കൾ കേരളത്തിലേക്ക് മടങ്ങുകയാണ്. രണ്ട് നേതാക്കൾ, KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇന്ന് കേരളത്തിലേക്ക് എത്തും. രമേശ് ചെന്നിത്തല നാളെ കേരളത്തിലേക്ക് മടങ്ങാനാണ് സാധ്യത. പ്രിയമുള്ളവരെ, നമുക്കിനി ഒരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തമിഴകത്ത് സൂപ്പർ സസ്പെൻസുകൾക്കൊടുവിൽ സൂപ്പർ ക്ലൈമാക്സ്. നാളെ വിജയ് തമിഴകത്തിന്റെ തേരാളിയാകും.